കൊള്ളായിരുന്നു, അവർക്ക് വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയാൻ എനിക്ക് ഞാൻ എന്റെ ഇഷ്ടമല്ലോ. കൊള്ളാം, നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ട പടത്തില് ഉണ്ണിമൂന്നിന് ലുക്കൊക്കെ കടിഞ്ഞോ. പറ്റും, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ഉറപ്പായിട്ടും. പിന്നെ ജഗദീഷ് സിദ്ദിഖൊക്കെ ഓ എല്ലാരും കൊള്ളായിരുന്നു. ആരും പ്രതീക്ഷിക്കൂല. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ വർക്കും എല്ലാം കിടിഞ്ഞോ, എല്ലാം എല്ലാ പാർട്ടിയും നല്ല ഇതായിരുന്നു, കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ നല്ല അടിപൊളി സിനിമയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കിടിലുമാണ്. പിന്നെ വില്ലൻ സൈഡ് മ്യൂസിക് ഒക്കെ പൊളിയാണ്. ഡയറക്ഷൻ മൊത്തത്തിൽ, പിന്നെ ഉണ്ണിമൂന്നിൻ്റെ സ്വാഗ് നോർമൽ നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഇത്രയും മലയാള സിനിമ ഇത്രയും ബെറ്റർ ആവുമെന്ന്. പിന്നെ ഡയറക്ഷൻ വൈസും എല്ലാം പക്കയാണ്. അവർ ബ്ലഡ് ഷെഡൊക്കെ കാണിക്കുന്ന ഭയങ്കര ഒറിജിനാലിറ്റിയാണ് മൊത്തത്തിൽ. അത് ക്ലൈമാക്സ് നമുക്ക് തോന്നും വില്ലനെ പെട്ടെന്ന് തീർത്തുന്നത്. കാരണം അത്രയും ബ്രൂട്ടലായിട്ട് ഇത്രയും വരെ കൊന്നിട്ട് പെട്ടെന്ന് തീർത്തുന്ന ഒരു തോട്ട് വരും. ഇത്രേ ഉള്ളൂ. അല്ലാതെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇനി എന്ത് ഞാനൊരു ഫൺ മോഡിലിരുന്നാ കണ്ടേ. എൻജോയ് ചെയ്താണ്. കൊള്ളാം. കുറച്ചും കൂടെ ബ്രൂട്ടൽ ആവായിരുന്നു അങ്ങോട്ടും. അതെ, ഉണ്ണിമൂന്നൻ കിടിലൻ. പിന്നെ കുറച്ചും കൂടെ ബ്രൂട്ടൽ ആവായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ എല്ലാം ആയുള്ളൂ. അതെ, ഇത്ര ആയില്ല. കുറച്ചും കൂടെ വേണമായിരുന്നു. മാർക്ക് കൊള്ളായിരുന്നു. ഏതോ പോകുന്നില്ല. അമ്മ ഉണ്ടല്ലോ കണ്ണും പൊത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ മീം റെഫറൻസ് ആണ്. ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഉണ്ണിമൂന്നിന്റെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ. എന്താ ശബരിമല പടം. മാളികപ്പുറം കണ്ടിട്ട് ഉണ്ണിമൂന്നൻ ഫാൻസുകാർ വന്നിട്ട് പോലെ എൻ്റെ അമ്മ വന്ന് കയറി കാണാൻ തന്നെയാണ്. ലിറ്ററലി ഞാൻ പറഞ്ഞത്. അയ്യോ കണ്ണൊക്കെ അടച്ചിരുന്നു ബ്രൂട്ടാലിറ്റി കണ്ടിട്ട്. ഓക്കെ, പടം വാസ് ഓക്കെ. കുറെയൊക്കെ ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇവഞ്ച്വലി മലയാള ഫിലിമിലേക്ക് ഒരു നല്ല പടം കൊടുക്കാൻ പറ്റി. ദ കോൺസെപ്റ്റ് വാസ് നൈസ്. ബ്ലഡ് ഷെഡ് അതേപോലെ ക്യാരക്ടേഴ്സ് വൈസ് ആയിരുന്നിരുന്നാലും എല്ലാം നല്ല പക്കയാണ്. ഫിലിം ലൈക്ക് ഡയറക്ടർ എന്ത് ആവശ്യപ്പെട്ടു പ്രൊഡ്യൂസറിന് അത് കൊടുക്കാൻ പറ്റും. വേറെ ഒരു കുഴപ്പമില്ലാതെ ആ സീൻസ് ആയിരുന്നാലും ബ്ലഡ് ഷെഡ് ആയിരുന്നിരുന്നാലും പിന്നെ അവസാനമൊക്കെ ഉണ്ണിമൂന്നിൻ്റെ കുറച്ച് പ്രോമിസ് ഒക്കെ കൊടുത്തു. അതൊക്കെ എൻ്റെ അമ്മയൊക്കെ വന്ന് പറഞ്ഞു ആ പ്രോമിസ് ഒന്നും കൊടുത്തത് ശരിയായില്ല. അവന് കുറച്ചുകൂടെ വയലൻസ് ഇട്ട് അവസാനത്തെ ക്ലൈമാക്സിൽ വില്ലനെ കൊല്ലായിരുന്നു. ദാറ്റ്സ് ദ ഇവന്റ്. പിന്നെ ഓവറോൾ പടം വാസ് നൈസ്. കണ്ടിരിക്കുക. താങ്ക് യു. ഫുൾ വയലൻസ്, ഒരു രക്ഷയില്ല. പയ്യൻ തലറങ്ങി. മാർക്ക് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. കണ്ടിറങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ഫുൾ അൾട്രാ വയലൻസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. ജഗദീഷിൻ്റെത് ഫോഴ്സ് ചെയ്ത് കുറേ മാസം അടിക്കുന്ന തോന്നി. പക്ഷേ സിദ്ദീഖിൻ്റെ റോള് നൈസായിരുന്നു. ഒരു വീട്ടിനകത്തുള്ള ഒരു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. പ്രവാസിനെ പോലെ ആവുള്ള ഇനി ഇതേപോലത്തെ കുറേ മാസ പടങ്ങൾ വന്നാൽ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കും. ലാസ്റ്റ് വന്ന വില്ലൻ കൊള്ളായിരുന്നു. കുറച്ച് സമയം റോൾ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതെ, പെട്ടെന്ന് കുറച്ചും കൂടെ ഒരു ഇത് വേണമായിരുന്നു. കുഴപ്പമില്ല. അതിനുള്ളതൊക്കെ ഉണ്ട്. മാസ് പടം കണ്ടിറങ്ങി. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത്രയും വയലൻസ് സിനിമ ആണെന്ന്. ഉണ്ണിമൂന്നൻ പൊളി. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല. എല്ലാരും